Today we discuss about supply, law of supply and determinants of supply. First, what is supply? Supply refers to the quantity of a commodity which producers or sellers are willing to produce and offer for sale at a particular price in a given market at a particular period of time. നമ്മൾ സപ്ലൈ മീനിങ് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ഒന്ന്, പ്രൊഡ്യൂസർ അല്ലെങ്കിൽ സെല്ലർ വില്ലിംഗ് ടു പ്രൊഡ്യൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർ സെയിൽ ചെയ്യാനായിട്ട് ഓഫർ ചെയ്യാൻ റെഡി ആയിരിക്കണം. അതുപോലെ തന്നെ പർട്ടിക്കുലർ പ്രൈസ്, ഏത് പ്രൈസിലാണോ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലിംഗ് ആവുന്നത്, അതുപോലെ തന്നെ മാർക്കറ്റ് ഗിവൺ ആണ്. മറ്റൊരു കാര്യം പറഞ്ഞത് ടൈം പീരീഡ്, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്കാണ് അവർ പ്രൊഡ്യൂസ് ചെയ്ത് സെയിലിന് വേണ്ടി ഓഫർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയാം. ഇനി സപ്ലൈയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ആസ്പെക്ട്സ് ആണ് ഉള്ളത്. ഒന്ന്, സപ്ലൈ ഈസ് എ ഡിസൈഡ് ക്വാണ്ടിറ്റി. സപ്ലൈ ചെയ്യുന്നത് ഒരു ഡിസൈഡ് ക്വാണ്ടിറ്റിയാണ് സപ്ലൈ ചെയ്യുക. സപ്ലൈ ഈസ് ഓൾവേസ് എക്സ്പ്ലെയിൻഡ് വിത്ത് റെഫറൻസ് ടു പ്രൈസ്. സപ്ലൈ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വിത്ത് റെഫറൻസ് ടു പ്രൈസ് ആണ്. ദെൻ സപ്ലൈ ഈസ് എ ഫ്ലോ വേരിയബിൾ. സപ്ലൈ എന്ന് പറയുന്നത് ഒരു ഫ്ലോ വേരിയബിൾ ആണ്. നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം വെച്ചുകൊണ്ടാണ് സപ്ലൈ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സപ്ലൈ ഈസ് എ ഫ്ലോ വേരിയബിൾ. നെക്സ്റ്റ്, സപ്ലൈ ഷെഡ്യൂൾ ആൻഡ് സപ്ലൈ കർവ്. Supply schedule presents the different quantities of a product that a seller is willing to sell at a different price level of that product. ഡിമാൻഡ് ഷെഡ്യൂൾ പറഞ്ഞതുപോലെ തന്നെ സപ്ലൈ ഷെഡ്യൂളിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു സെല്ലർ സെൽ ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോഡക്റ്റും അതിൻ്റെ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് പ്രൈസും, അതാണ് നമ്മൾ സപ്ലൈ ഷെഡ്യൂളിൽ പ്രസന്റ് ചെയ്യുക. The graphical representation of supply schedule is called supply curve. Supply scheduleന്റെ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ അറിയപ്പെടുന്ന പേരാണ് സപ്ലൈ കർവ്. ഓക്കെ, അപ്പോൾ സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടേബിൾ ഫോർമാറ്റിൽ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് എ പ്രോഡക്റ്റും അതുപോലെ തന്നെ പ്രൈസും കാണിക്കുകയാണെങ്കിൽ നമുക്കതിനെ സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയാം. അതിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന്, സപ്ലൈ ഷെഡ്യൂളിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് സപ്ലൈ കർവ് എന്നും പറയും. ഓക്കെ, സപ്ലൈ ഷെഡ്യൂളിനെയും സപ്ലൈ കർവിനെയും നമുക്ക് 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. സപ്ലൈ ഷെഡ്യൂളിനെ നമുക്ക് ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ എന്നും മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ എന്നും, സപ്ലൈ കർവിനെ ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് എന്നും മാർക്കറ്റ് സപ്ലൈ കർവ് എന്നും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ഡിമാൻഡ് കർവും ഡിമാൻഡ് ഷെഡ്യൂളും ചെയ്തതുപോലെ തന്നെ. ഇനി അതിലെ ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂളും ഇൻഡിവിജ്വൽ സപ്ലൈ കർവും എന്താണെന്ന് പറയാം. Individual supply schedule that represent different quantities of a product supplied by an individual seller at a different prices. Individual supply schedule different quantities of product, individual supply ചെയ്യുന്ന different quantities of product ഉണ്ടാവും, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രൈസുകളും ഉണ്ടാവും. ഓക്കെ, അതിനൊരു ടേബിൾ ഫോമിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയും. ഇനി ആ ഒരു ടേബിളിനെ നമ്മൾ ഗ്രാഫിക്കൽ ഫോമിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് എന്ന് പറയും. ഇൻഡിവിജ്വൽ സപ്ലൈ കർവിൻ്റെ ഷേപ്പ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. റൈസിങ് അപ്വേർഡാണ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നമ്മൾ നേരത്തെ ഡിമാൻഡ് കർവ് വരച്ചപ്പോൾ പറഞ്ഞു ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഇവിടെ സപ്ലൈ കർവിൻ്റെ ഷേപ്പ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. This implies that the supply of a product increases. എന്താണ് അപ്വേർഡ് സ്ലോപ്പിംഗ് ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ട് വരയ്ക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സപ്ലൈ ഓഫ് എ പ്രോഡക്റ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും തോറും ആ കമ്മോഡിറ്റിയുടെ സപ്ലൈ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പ്രൈസും സപ്ലൈയും ഡയറക്റ്റ് റിലേഷനാണ്, പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡിൽ നമ്മൾ പറഞ്ഞു പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസും ഡിമാൻഡും ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരുന്നു. ഇൻഡിവിജ്വൽ സപ്ലൈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്, പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂളിൻ്റെ ടേബിളാണ്. അതിൽ പ്രൈസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സപ്ലൈയും തന്നിട്ടുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ഒരു ഇൻഡിവിജ്വലിൻ്റെ മാത്രം കേസ്, നമ്മളൊരു ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂളല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസ് മാത്രം എടുത്താൽ മതി. പ്രൈസ് 1, 2, 3, 4, 5 വരെ മാർക്ക് ചെയ്തു.
സപ്ലൈ ക്വാണ്ടിറ്റി സപ്ലൈ ഓർക്കാനായിട്ട് ഏറ്റവും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാനായിട്ട് 5, 10, 15, 20, 25 ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈയും ഇൻക്രീസ് ചെയ്യണം. നേരത്തെ കേസിൽ ഡിമാൻഡിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു വരണം. ഇവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി അതിൻ്റെ വെച്ചുകൊണ്ട് പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും വെച്ചുകൊണ്ട് അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം വരച്ചു കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിൽ ഒരു ഡയഗ്രാം കിട്ടും. ഇത് വാല്യൂസ് വേറെയാണ്, ഈ ഒരു ഷേപ്പ് ആയിരിക്കും ഡയഗ്രത്തിന് കിട്ടുക. ദെൻ മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂളും മാർക്കറ്റ് സപ്ലൈ കർവും. Market supply schedule that represent the different quantities of a product that all the suppliers in the market are willing to supply at a different price. Market supply schedule എന്തായിരിക്കും? അപ്പോൾ different quantities of product that all the suppliers in the market, മാർക്കറ്റിലുള്ള എല്ലാ സപ്ലയേഴ്സിൻ്റെയും ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോഡക്റ്റ്, അവർ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോഡക്റ്റ് അറ്റ് എ ഡിഫറെൻറ്റ് പ്രൈസ്, അതിൻ്റെ പ്രസൻറ്റേഷനാണ് മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ. ഇനി ആ ഒരു മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂളിന് ഒരു ഗ്രാഫിക്കൽ ഫോമിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനായിട്ട് നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതിനെന്തെന്ന് പറയും? മാർക്കറ്റ് സപ്ലൈ കർവ് എന്ന് പറയും. മാർക്കറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഇൻഡിവിജ്വൽ സപ്ലൈ കർവുകളുടെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള ഒരു സമ്മേഷനാണ്, അതിൻ്റെ ഒരു സം ടോട്ടലാണ് മാർക്കറ്റ് സപ്ലൈ കർവ്. ഇനി അതും ഇതുപോലെ തന്നെ മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ വരയ്ക്കാനായിട്ടുള്ള മാർക്കറ്റ് സപ്ലൈ കർവ് വരയ്ക്കാനായിട്ടുള്ള ഷെഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. PX, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സപ്ലൈ, നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻഡിവിജ്വൽസ് വെച്ചുകൊണ്ടേ മാർക്കറ്റ് സപ്ലൈ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഇൻഡിവിജ്വൽ എയും കൊടുത്തു, ഇൻഡിവിജ്വൽ ബിയും കൊടുത്തു. ഇനി അതിൻ്റെ രണ്ടിൻ്റെയും സമ്മേഷൻ, അതായത് മാർക്കറ്റ് സപ്ലൈ ആയിട്ട് നമ്മൾ ലാസ്റ്റ് കോളം കൊടുത്തു. ഫസ്റ്റ് കോളത്തിൽ പ്രൈസ് 1 തൊട്ട് 5 വരെ മാർക്ക് ചെയ്തു. സപ്ലൈ ഇൻഡിവിജ്വൽ എയുടെ ക്വാണ്ടിറ്റി സപ്ലൈ 5, 10, 15, 20, 25. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ബിയുടെ ക്വാണ്ടിറ്റി സപ്ലൈ 10, 15, 20, 25, 30 കൊടുത്തു. മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ എയുടെയും ബിയുടെയും സപ്ലൈ തമ്മിൽ ആഡ് ചെയ്ത് 5, 10, 15, 10 plus 15, 25, 15 plus 20, 35, 20 plus 25, 45, 25 plus 30, 55. അതാണ് നമ്മുടെ മാർക്കറ്റ് സപ്ലൈ. ഇനി ഇതും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് വരച്ചതുപോലെ തന്നെ മാർക്കറ്റ് സപ്ലൈ കർവും വരയ്ക്കാം. ഇത് വരയ്ക്കുന്നത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം. ഇനി നമുക്ക് വേണ്ടത് ലോ ഓഫ് സപ്ലൈ ആണ്. ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചു, അതുപോലെ തന്നെയാണ് ലോ ഓഫ് സപ്ലൈയും. ലോ ഓഫ് സപ്ലൈ സ്റ്റേറ്റ്സ് ദാറ്റ് അതർ തിങ്സ് റിമെയിനിങ് ദ സെയിം. ലോ ഓഫ് ഡിമാൻഡിലും കണ്ടു ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ. അതർ തിങ്സ് റിമെയിൻ ദ സെയിം. ദ ക്വാണ്ടിറ്റി ഓഫ് എനി കമോഡിറ്റി ദാറ്റ് ഫേംസ് വിൽ പ്രൊഡ്യൂസ് ആൻഡ് ഓഫർ ഫോർ സെയിൽ റൈസസ് വിത്ത് റൈസ് ഇൻ പ്രൈസ് ആൻഡ് ഫോൾസ് വിത്ത് ഫോൾ ഇൻ പ്രൈസ്. That is, higher the price, higher will be the quantity supplied, and lower the price, smaller will be the quantity supplied. അപ്പോൾ ആദ്യം പറഞ്ഞു other things remain in the same. The quantity of any commodity that firm will produce and offer for sale rises with rise in price and falls with fall in price. അതായത് ഡയറക്റ്റ് റിലേഷൻ ആണ്. ഒരു പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ സെയിലിന് വേണ്ടി ഓഫർ ചെയ്യാനും വില്ലിങ് ആവുന്നത് എപ്പോഴാണ്? പ്രൈസ് റൈസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അയാളുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കുന്നത് പ്രൈസ് റൈസ് ചെയ്യുമ്പോഴാണ്. അതേസമയം പ്രൈസ് ഫോൾ ചെയ്യുകയാണെങ്കിൽ അയാളുടെ പ്രൊഡക്ഷൻ അയാൾ ഫോൾ ചെയ്യും, പ്രൊഡക്ഷനും കുറയ്ക്കും. അതിൻ്റെ ഒരു സിമ്പിളായിട്ട് നമ്മൾ മീനിങ് കൊടുത്തിരിക്കുകയാണ്. ഹയർ ദ പ്രൈസ്, ഹയർ വിൽ ബി ദ ക്വാണ്ടിറ്റി സപ്ലൈഡ്, ആൻഡ് ലോവർ ദ പ്രൈസ്, ലോവർ വിൽ ബി ദ ക്വാണ്ടിറ്റി സപ്ലൈ. പ്രൈസ് കൂടുതലാണെങ്കിൽ കൂടുതൽ അയാൾ സപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറാവും പ്രൊഡ്യൂസർ. അതേസമയം പ്രൈസ് കുറവാണെങ്കിൽ അയാൾ വളരെ കുറച്ച് മാത്രമേ സപ്ലൈ ചെയ്യാനായിട്ട് വില്ലിങ് ആവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്ലോപ്സ് അപ്വേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്വേർഡ് സ്ലോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് പ്രൈസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി സപ്ലൈയും. പ്രൈസും ക്വാണ്ടിറ്റി സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? പോസിറ്റീവ് റിലേഷനാണ്. ആസ് പ്രൈസ് റൈസസ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓൾസോ റൈസസ്. പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ക്വാണ്ടിറ്റി സപ്ലൈയും ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് സപ്ലൈ ഫംഗ്ഷൻ കൂടെ പറയാം. സപ്ലൈ ഫംഗ്ഷൻ നമുക്കൊരു ഫംഗ്ഷണൽ റിലേഷൻഷിപ്പ് ആയിട്ട് നമുക്ക് സപ്ലൈ കാണിക്കാം. ആ ഫംഗ്ഷണൽ റിലേഷനാണ് കൊടുത്തിരിക്കുന്നത്. SX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി. എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ സപ്ലൈ ഏതൊക്കെ കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്?
എഫ് ഓഫ് പി എക്സ് പി ആർ എൻ എഫ് എൻ എം ജി എഫ് പി എഫ് ടി ഇ എക്സ് ജി പി. ഓരോന്നും എന്താണെന്ന് പറയാം. സപ്ലൈ ഓഫ് കമ്മോഡിറ്റി എക്സ്. എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ സപ്ലൈ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, അതാണ് പി എക്സ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അതാണ് പി ആർ. ദെൻ നാച്ചുറൽ ഫാക്ടേഴ്സ്, നാച്ചുറൽ ഫാക്ടേഴ്സ് ആണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്ന എൻ എഫ്. ദെൻ നേച്ചർ ഓഫ് മാർക്കറ്റ്, നേച്ചർ ഓഫ് മാർക്കറ്റ് ആണ് എൻ എം. ദെൻ ജി എഫ്, ജി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾസ് ഓഫ് ദ ഫേം, ജി എഫ് എന്ന് പറയുന്നത് ഗോൾസ് ഓഫ് ദ ഫേം. പി എഫ് പ്രൈസ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൈസ് ഓഫ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്നറിയാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ എല്ലാത്തിൻ്റെയും റിവാർഡ് അല്ലെങ്കിൽ റെമ്യൂണറേഷനാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലാൻഡ് ആണെങ്കിൽ ലാൻഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, റെൻറ്റ്. ഓക്കെ, ലേബറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വേജ്, ക്യാപിറ്റലിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, ഒരു ഓർഗനൈസറുടെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പ്രോഫിറ്റ്. അപ്പോൾ അതാണ് പി എഫ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ ടി എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. ഇ എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ് ആണ്. ജി പി എന്ന് പറയുന്നത് ഗവൺമെൻറ് പോളിസി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്, സപ്ലൈ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ സപ്ലൈ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ കണ്ടു. പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, നാച്ചുറൽ ഫാക്ടേഴ്സ്, നേച്ചർ ഓഫ് മാർക്കറ്റ്, ഗോൾസ് ഓഫ് ദ ഫേം, പ്രൈസ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ടെക്നോളജി, എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ പ്രൈസ്, ഗവൺമെൻറ് പോളിസി. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണ്, സപ്ലൈ പറഞ്ഞു, അതുപോലെ തന്നെ ലോ ഓഫ് സപ്ലൈ പറഞ്ഞു, ഇൻഡിവിജ്വൽ ആൻഡ് മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂളും പറഞ്ഞു, സപ്ലൈ കർവും പറഞ്ഞു. അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞത് സപ്ലൈ ഫംഗ്ഷനാണ്. സപ്ലൈ ഫംഗ്ഷനിൽ എന്തൊക്കെയാണ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി കാണും. ഓക്കെ, താങ്ക് യു.